ഇന്ത്യയുടെ ആണവ നയത്തിൽ വിപ്ലവകരവും ചരിത്രപരവുമായ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ ആണവ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ 12 ന്യൂക്ലിയർ വാർഹെഡുകൾ നേരിട്ട് വിന്യസിച്ചതായി ആഗോള ആയുധ നിരീക്ഷണ സംഘടനയായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രി വ്യക്തമാക്കുന്നു. സമാധാനകാലത്ത് ആണവ വാർഹെഡുകളും അവ തൊടുത്തുവിടാനുള്ള മിസൈൽ സംവിധാനങ്ങളും വെവ്വേറെ സൂക്ഷിക്കുക എന്നതായിരുന്നു ഇന്ത്യ ഇതുവരെ കർശനമായിട്ട് പിന്തുടർന്നു പോന്നിരുന്ന പരമ്പരാഗത തത്വം. എന്നാൽ ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളും മാറിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയൊരു പോളിസി ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്. സിപ്രിയുടെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ ഒരു നിർണായക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ പരിശോധിക്കാം. സിപ്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ ആകെ 190 ആണവായുധങ്ങളുണ്ട്. തൊട്ടു മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് 10 ആണവായുധങ്ങളുടെ വർധനവാണ് ഭാരതം കൈവരിച്ചിരിക്കുന്നത്. ഈ ആകെ ആയുധങ്ങളിൽ നിന്നാണ് 12 എണ്ണം ഇന്ത്യ സജീവമായ വിന്യാസത്തിനായിട്ട് മാറ്റി സൂക്ഷിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ ആണവശേഖരം പൂർണ്ണമായും ഒരു കരുതൽ ശേഖരമായിട്ട് മാത്രമാണ് ആഗോള ഏജൻസികൾ വിലയിരുത്തുന്നത്. സമാധാനകാലത്ത് മിസൈലുകളിൽ നേരിട്ട് ആണവായുധങ്ങൾ ഘടിപ്പിച്ചു വെക്കാതെ ഇന്ത്യയുടെ പരമ്പരാഗത ശൈലിയിൽ നിന്നുള്ള വലിയൊരു മാസ് പിന്മാറ്റമാണിത്. കാനസ്റ്റർ അധിഷ്ഠിത മിസൈലുകളുടെ വികസനവും കടലിൽ നിന്നുള്ള ആണവ പ്രതിരോധ ദൗത്യങ്ങൾ ശക്തമാക്കിയതുമാണ് ഇത്തരമൊരു മാറ്റത്തിലേക്ക് ഇന്ത്യയെ നയിച്ചതെന്ന് ഡിഫൻസ് എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ആവശ്യമാണെങ്കിൽ പ്രത്യാക്രമണത്തിന് ഒട്ടും സമയം കളയാതെ അതിവേഗം പ്രതികരിക്കാൻ തക്കവണ്ണം വാർഹെഡുകളെ മിസൈലുകളുമായിട്ട് സമാധാനകാലത്ത് തന്നെ സംയോജിപ്പിച്ച് നിർത്തുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ മാറ്റം ഇന്ത്യയുടെ ആണവ പ്രതിരോധ തന്ത്രങ്ങളിൽ 3 പ്രധാന മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. വിമാനങ്ങൾ, ഭൂമിയിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾ അഥവാ അന്തർവാഹിനികൾ എന്നിവ അടങ്ങുന്ന അതിശക്തമായ ഒരു ന്യൂക്ലിയർ ട്രയാഡാണ് ഇന്ത്യ ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നത്. കടലിൽ നിന്നുള്ള സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ തങ്ങളുടെ 4ാമത്തെ ആണവ അന്തർവാഹിനി വരും വർഷമായ 2027 പുറത്തിറക്കുമെന്നും സിപ്രി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കപ്പൽപ്പടയിലേക്ക് ഇതിനകം തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച INS അരിഘട്ട്, INS അരിദാമൻ തുടങ്ങിയ സബ്മറൈനുകൾ ചേർത്ത് കഴിഞ്ഞു. സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരുന്ന് ശത്രുക്കൾക്ക് നേരെ ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള ഇത്തരം സംവിധാനങ്ങൾ വിന്യസിക്കുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി പല മടങ്ങ് വർദ്ധിക്കും. പ്രകോപനമില്ലാതെ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിന്, അതായത് നോ ഫസ്റ്റ് യൂസ് പോളിസിക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ അത്യാധുനിക സജ്ജീകരണങ്ങൾ. കാരണം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിൽ ഭൂമിയിലെ സംവിധാനങ്ങൾ തകർന്നാലും കടലിൽ കിടക്കുന്ന അന്തർവാഹിനികൾ ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഇന്ത്യയുടെ ഈ നയപരമായ മാറ്റത്തിന് പിന്നിൽ കൃത്യമായ ചില ഭൗമരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സമീപകാലത്തായിട്ടുള്ള ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിർത്തി ലംഘനങ്ങളും ആധുനികവൽക്കരണ ശ്രമങ്ങളും ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയുടെ ഏത് കോണിലെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് പതിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിനായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരമ്പരാഗത ശത്രുവായ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചൈന ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ ചെറുക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനായിട്ട് രാജ്യം തങ്ങളുടെ പ്രതിരോധ ബജറ്റിൽ വൻ വർധനവ് വരുത്തിയിട്ടുണ്ട്. തൊട്ടു മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 8.9% വർധനവോടെ $92.1 ബില്യൺ ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കായിട്ട് നീക്കിവെച്ചത്. ലോകത്തിലെ 5ാമത്തെ വലിയ മിലിറ്ററി സ്പെൻഡറാണ് ഇന്ന് ഭാരതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്തുണ്ടായ കടുത്ത സൈനിക പ്രതിസന്ധികളും ഈ നയമാറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പ്രതികാരമായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വൻതോതിൽ വഷളാക്കിയിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ മിസൈൽ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഈ മിന്നലാക്രമണം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ആണവായുധശേഷിയുള്ള 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ഗുരുതരമായ സൈനിക പ്രതിസന്ധിയായിട്ടാണ് സിപ്രി റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ വിശേഷിപ്പിച്ചത്. ഇത്തരം അപ്രതീക്ഷിത സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ കടുത്ത സംഘർഷങ്ങളും സമാധാനകാലത്ത് തന്നെ ആണവായുധങ്ങൾ സജ്ജമാക്കി നിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തെ നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ ശത്രുക്കൾക്ക് ലഭിക്കുന്നത്. ആദ്യമായിട്ട് ആണവായുധങ്ങൾ വിന്യസിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നേക്കാം. എന്നാൽ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന നോ ഫസ്റ്റ് യൂസ് നയത്തിൽ ഇന്ത്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ പുതിയ വിന്യാസം ആക്രമണത്തിനുള്ളതല്ല, മറിച്ച് ശത്രുക്കൾ ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരാത്ത വണ്ണമുള്ള ഒരു ശക്തമായ പ്രതിരോധം തീർക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത്. സമാധാന ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും എപ്പോഴും മുൻഗണന നൽകുമ്പോഴും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഒരു ഭീഷണിയെയും ചെറുതായിട്ട് കാണാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഭാരതം.
അയൽരാജ്യങ്ങളുടെ ആയുധ പെരുപ്പത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വീകരിച്ച ഈ തന്ത്രപരമായ മാറ്റം ദക്ഷിണേഷ്യയിലെ ശക്തിബന്ധങ്ങളെ തീർച്ചയായും പുനർനിർണ്ണയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.